എനിക്ക് പിന്നെ ധൈര്യം കിട്ടുമ്പോൾ അപ്പുറത്തെ വശത്ത് തോന്നുന്ന അതിഭയങ്കരമായ അധമബോധവും പരാജയബോധവും നിസ്സഹായതയും ഒക്കെയാണ് അവരെ ഒരു കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഇനി എത്ര കമ്മീഷൻ വന്നാലും എത്രത്തോളം സപ്പോർട്ട് കിട്ടിയാലും ഈ ആത്മവിശ്വാസം ഇല്ലായ്മ നികത്താൻ വളരെ പ്രയാസമാണ്. അത് നികത്തണമെങ്കിൽ ഈ പുരുഷന്മാർ ഇന്ന് നിലവിലുള്ള ഈ സ്ത്രീയെയും പുരുഷനെയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും ഒക്കെ അടിച്ചമർത്തുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ യാഥാസ്ഥിതിക സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. ഞാനത് തിരിച്ച് ഈ പ്രണയത്തിലോട്ട് വരട്ടെ. ഈ പ്രണയം അല്ലെങ്കിൽ നല്ല സ്നേഹബന്ധങ്ങളിൽ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പെടുന്ന ആത്മവിശ്വാസമാണ്. അതെ. അപ്പം മീര ഇതിനു മുമ്പ് മറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്ക് വേണ്ടത് നല്ല സ്ത്രീ സുഹൃത്തുക്കളെയാണ് എന്ന്. കൂട്ടുകാരികളെയാണെന്നാണ് പറഞ്ഞത്. അതെ. അതായത് ഒരു കാലത്തെ മൂല്യങ്ങളനുസരിച്ചിട്ട് പഠിപ്പിച്ചത് ഒരു പുരുഷന് ഒരു കാമുകിയാകാം, ഒരു സ്ത്രീ അമ്മയാകാം, പിന്നെ സഹോദരിയാകാം, മകളാകാം, കൊച്ചുമകളാകാം, പിന്നെ എന്താണ് അഭിഹിത ബന്ധമുള്ള ഒരു സ്ത്രീയാവാം, മിസ്ട്രസ് ആകാം. പക്ഷേ ഒരിക്കലും ഒരു കൂട്ടുകാരിയായിട്ട് എടുക്കാൻ പറ്റില്ല. സ്ത്രീയോട് എല്ലാ രഹസ്യങ്ങളും പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ള ഒരു പിന്നെ എന്താണ് അതൊരു ആപ്തവാക്യമായിട്ട് കൊണ്ട് നടക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീയോട് നേരെയുള്ള അതിക്രമം. എത്ര പഴഞ്ചൊല്ലുകളാണ്, മണ്ണിനെയും പെണ്ണിനെയും തല്ലിയാലേ നന്നാകൂ, എന്തൊക്കെ തരം അതെ 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 അങ്ങനെ അതിൽ നിന്ന് മാറി ഇത് സഹപൗരനാണ് എന്ന ഓർമ്മയിൽ, എന്ന ബഹുമാനത്തിൽ പെരുമാറാനുള്ള ഒരു ശിക്ഷണം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് വളഞ്ഞിട്ട് ആക്രമണം നേരിടേണ്ടി വന്ന ചില സമയങ്ങളിലൊക്കെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു മീരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല എൻ്റെ കാഴ്ചപ്പാടിൽ സത്യത്തിൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ് ഈ കാണിക്കുന്നതെന്ന്. പക്ഷെ അപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, KR മീര എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ഭാഗ്യവതിയാണെന്ന് ഞാൻ പറഞ്ഞാൽ KR മീര അതിനെ എങ്ങനെ കാണും? ഞാൻ അതിനോട് വിയോജിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അടക്കമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അങ്ങയുടെ വായനക്കാരോട് കാണിക്കും, ഞാൻ ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ അതിൻ്റെ പോസ്റ്റുകൾ വായിച്ചിട്ടാണ് പറഞ്ഞത്. ഓരോരുത്തരും എത്ര ചോര കൊണ്ടെഴുതിയ അല്ലല്ല, ഭാഗ്യവതിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഭാഗ്യമെന്നല്ല പറയേണ്ടത്. ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഒരുവളാണ്. ആ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ വായനക്കാർക്കും എനിക്കും ഞങ്ങളുടെ അനുഭവ പരിസരങ്ങളിൽ താതാത്മ്യപ്പെടാൻ ഒരുപാട് സന്ദർഭങ്ങളുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒത്തുചേരുന്നത് കൊണ്ടാണ്. എൻ്റെ എഴുത്തും അവരുടെ വായനയും ഒന്നിച്ചൊരു യാത്രയാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു യാത്രയ്ക്ക് അത്രയും വായനക്കാർ സജ്ജരായി, സന്നദ്ധരായി, ശക്തരായി എന്നുള്ളതാണ് ഞാനതിൻ്റെ വിജയമായിട്ട് കണക്കാക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഒരു സ്ത്രീ വിജയം അവകാശപ്പെടാൻ അനുവദിക്കണം. എഴുത്തുമായിട്ട് തന്നെ വരികയാണേ. ചില തിരക്കഥാകൃത്തുക്കൾക്കൊക്കെ സിനിമ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെ പ്രത്യേക മുറിയിൽ പോയിരുന്ന് പ്രത്യേക സമയം നോക്കി എഴുതിയാലേ അവർക്ക് എഴുത്ത് വരികയുള്ളൂ. KR മീരയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊരിക്കൽ പീയൂഷിനോട് ചോദിച്ചു, പുള്ളിക്കാരിയോട് ഒന്ന് ചോദിക്കണം, ഇതൊക്കെ എഴുതുമ്പോൾ പുള്ളിയുടെ മൂഡ് എങ്ങനെയാണ്, വീട്ടിൽ പൊട്ടിത്തെറിയാണോ, എന്തൊക്കെയാണ്, ഏത് തരത്തിൽ ഒരു വീട്ടിലെ ഒരു മുറി തന്നെ എഴുതിയാലേ എഴുത്ത് വരികയുള്ളൂ, അതോ വല്ല സ്ഥലത്ത് പ്രത്യേക സ്ഥലങ്ങളിൽ പോകുമോ, ഇതൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി ഇതിനോട് ചോദിച്ചു പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട് ഈ എഴുത്തിൻ്റെ തീഷ്ണതയുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എഴുതുന്നത് ഇഷ്ടമല്ല. അല്ല അല്ല കാരണം എനിക്ക് ആ സമയത്ത് പൂർണ്ണമായി ഇതിൽ മുഴുകാനുള്ള ഇതൊരു വേറൊരു ലോകം സൃഷ്ടിക്കലാണ്. നമ്മൾ ഈ ലോകത്തോടുള്ള ബന്ധം എല്ലാം വിച്ഛേദിച്ച് നമ്മൾ മറ്റേ ലോകത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത് വലിയ പ്രയാസമാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴും ശ്രദ്ധ മുറിഞ്ഞു പോകും. ഇത് ഏകാഗ്രതയും കഠിനാധ്വാനവും സ്വയം സമർപ്പിക്കലും ഒരു പ്രയോജനവും ഇല്ലാത്തൊരു ജോലിയാണ്. നമ്മളെ ഉരുക്കി ഇല്ലാതാക്കുന്നൊരു പ്രവൃത്തിയാണിത്. പക്ഷെ അതിലുള്ള ആ വേദനയിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന നവീകരണത്തിൻ്റെതായ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്തിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപരിചിതരാണെങ്കിൽ കുഴപ്പമില്ല. പ്രധാനമായും ഞാൻ ആ സമയത്ത് മാറി നിൽക്കുകയാണ് പതിവ്. പിന്നെ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ സ്കാറ്റർ ബ്രെയിൻ ആവുന്ന അവസ്ഥയുമുണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ.
പണ്ടത്തെ പോലെ സ്വിച്ചിങ് ഓവർ ഒന്നും അത്ര എളുപ്പമല്ല. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഘാതകൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പുസ്തകം എനിക്ക് അയച്ചു തന്ന പീയൂഷായിരുന്നു. അപ്പോൾ കെ.ആർ. മീരയുടെ കയ്യൊപ്പോട് കൂടി ആ പുസ്തകം കിട്ടി. ഞാനത് പലരെയും കാണിക്കാവുന്നവരെല്ലാം കാണിച്ചു. വളരെ സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നിൻ്റെ ഈ തിരക്കിനിടയിൽ നീ ഇത് എന്ന് വായിച്ച് തീർക്കുമെന്ന് വെച്ചു. ഈ പുള്ളിക്കാരി ഡെയിലി എന്നെ വിളിച്ചിട്ട് എത്ര പേജായി ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന്. ഞാൻ വേറെ ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഘാതകനിലേക്ക് അങ്ങ് പ്രവേശിച്ചു. പക്ഷേ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഒരു പേജ് വന്നപ്പോഴത്തേക്ക് ഞാൻ മുറിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങി തിണ്ണയിൽ വന്നിരുന്ന് വായിച്ചു. കാരണം എനിക്ക് ആ മുറിക്കകത്തിരുന്നപ്പോൾ എന്തോ ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അതേതാണെന്ന് വെച്ചാൽ കെമിസ്ട്രി ലാബിൽ ആ പെൺകുട്ടിയെ അടച്ചിട്ടിട്ട് നിങ്ങളിങ്ങനെ ആയിട്ടുണ്ടോ, നിങ്ങളിങ്ങനെ കിടക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ, അത് നല്ലൊരു അനുഭവമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വിയർപ്പൊക്കെ വന്നു ശരീരത്തിൽ. ഞാൻ ഇറങ്ങി പുറത്ത് വന്നു. അപ്പോഴാണ് ഞാൻ പീയൂഷിന് മെസ്സേജ് ഇട്ടു, പീയൂഷ്, പുള്ളിക്കാരി ഇതൊക്കെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ എഴുതുക? ഇത് എഴുതിയ വായിച്ച ആൾക്ക് വിയർപ്പുണ്ടായെങ്കിൽ ആ എഴുതിയ ആൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കും എന്നൊക്കെ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ എഴുത്തിൻ്റെ രീതിയെക്കുറിച്ച് അറിയാൻ വേണ്ടി അതെങ്ങനെയാണെന്ന് പറയാമോ എന്ന് ഞാൻ ചോദിച്ചത്. എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതും. അതിൽ പൂർണ്ണമായിട്ട് മുഴുകി പിന്നെ സമയം പോകുന്നത് അറിയില്ല. വളരെ പെട്ടെന്ന് ഞാൻ എഴുതാറുണ്ട്. പിന്നെ വെച്ച് താമസിപ്പിച്ചു എഴുതാറുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴും ഓരോ നോവലിലും നമുക്ക് മറക്കാനാവാത്ത ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ ഒരു പരകായ പ്രവേശം പോലെ വന്നുവെച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വല്ലതും വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇതെല്ലാം എൻ്റെ തന്നെ യാത്രകളായതുകൊണ്ട് പല ഘട്ടത്തിലായിട്ട് ഞാൻ പറയും, നമ്മുടെ ഈ മോൾട്ടിങ് എന്ന് പറയത്തില്ലേ, നമ്മുടെ സർപ്പം അതിൻ്റെ പിന്നെ പടം പൊഴിക്കുന്നത് പോലെ നമ്മളെ ഇറുക്കുന്ന നമ്മുടെ പുറമേയുള്ള സ്വത്വത്തെ നമ്മൾ ഊരിക്കളഞ്ഞ് പുതിയൊരു ആളായിട്ട് ജനിക്കുകയാണ്. അതുകൊണ്ട് ഓരോ തവണയും പുതുക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് മീരയുടെ ചില കഥാപാത്രങ്ങൾ എത്രയോ ദിവസം എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എന്നെ വീർപ്പ് മുട്ടിച്ച് കാണും, എഴുതി കഴിയുന്നിടം വരെ. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ തലയ്ക്കുള്ളിൽ പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പല യുദ്ധങ്ങൾ ഇൻ ദ സെൻസ് പലതരം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മളിങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് കുറച്ചൊക്കെ ഒരു സബ് കോൺഷ്യസ് തലത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചിലതൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരും, അതിങ്ങനെ തിരിച്ചറിയും. ഈ എല്ലാവിധം പ്രണയവും എന്ന പുസ്തകത്തിൽ പറയുന്ന ഗംഗോത്രി, ഈ ഗംഗോത്രിയിലൊരു പ്രേമകഥയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആദ്യമായിട്ട് ഗംഗോത്രിയിൽ പോയപ്പോഴാണ്. അത് 2007-8 കാലത്താണ്. അന്ന് മുതൽ കൊണ്ട് നടക്കുന്ന കഥയാണിത്. 2008. എത്ര വർഷമായി? ഓരോ കഥയ്ക്കും അത് അങ്ങനെ പോകുന്ന കഥയായതുകൊണ്ടാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഈ വിത്ത് എന്നോ ഒരിക്കൽ പുറത്തു വരുമെന്നും അത് വരുന്ന ഉടനെ അത് പതുക്കെ മരമായിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു മരം മുറ്റത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ്. ആ മരം പക്ഷെ അവിടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു, എത്രയോ കാലമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോഴാണ് അതിനെ കാണുന്നത് എന്ന ഒരു സംഗതിയുണ്ട്. മീര, ഞാൻ എപ്പോഴും വിചാരിക്കും ഈ മീര എഴുതിയ കഥകളിൽ എന്നെ ഏറ്റവും നൊമ്പരപ്പെടുത്തിയത് രാധിക എന്ന കഥാപാത്രമാണ്. ഞാനത് വായിച്ചു കഴിഞ്ഞാൽ അന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ എഴുതാൻ തോന്നി? എത്രയോ ദിവസങ്ങൾ രാധികയ്ക്കൊപ്പം ഞാൻ ആ ടെറസിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഒരു വേദന എങ്ങനെ അങ്ങനെ എഴുതാൻ തോന്നുന്നു? പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ നിത്യജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ എത്രയോ രാധികമാരെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, ഞാൻ ഈ രാധികമാരെയൊക്കെ തിരിച്ചറിയാതെ പോയതാണോ, അതോ അവരോട് അല്പം നേരം സംസാരിച്ചിരുന്ന അവരുടെ വേദന. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഓരോ കഥാപാത്രത്തിൻ്റെയും വേദന ഒപ്പുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ കിടപ്പുണ്ടോ എന്നുള്ള ബോധ്യത്തോടെ എഴുതാറുണ്ടോ? അത് ഇത്തരം കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുള്ള അതിനപ്പുറം ആ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് എന്നെ സങ്കല്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തിരുത്തി എഴുതുമ്പോൾ എനിക്ക് ആ കഥാപാത്രമായി മാറാൻ സാധിക്കും എന്ന ഒരു സംഗതിയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തെ പല വിധത്തിൽ തിരുത്തിയും പല വിധത്തിൽ മാറ്റി എഴുതിയും പല വിധത്തിൽ ഇമാജിൻ ചെയ്തുമൊക്കെയാണ് പല കഥാപാത്രങ്ങളും ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ കഥാപാത്രങ്ങളിലെല്ലാം ഞാനുണ്ട്, ഒരംശം, ഒരാത്മാംശം എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രണയത്തിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് പ്രണയത്തെ പറ്റി വീണ്ടും ചോദിച്ചത് 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. മീരയുടെ പ്രണയ സങ്കല്പം സത്യപ്രിയയിലുണ്ട്, ഇപ്പോൾ കപിലയിലുണ്ട്.
എങ്കിലും അൾട്ടിമേറ്റ് കമ്പാനിയൻഷിപ്പാണ് ഞാൻ എൻ്റെ പ്രണയം കൊണ്ട് പ്രണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത്. അൾട്ടിമേറ്റ് ഒരു പരിപൂർണമായ പരിപൂർണമായ ഒരു ഒരു സൗഹൃദം. സൗഹൃദം കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സഹയാത്രയുടെ ഒരു സുഹൃത്ത് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ അതെ 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 ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ദൂരെയെങ്കിലും ഇരിക്കാം. ഇത് ഒരു അതെ അനുദിനം ഒരു നമ്മുടെ യാത്രയുടെ യാത്രയിൽ കൂടെ ഒപ്പമുള്ള ഒരാൾ, ഒരാളാണ്. ഫിസിക്കലി ഇല്ലെങ്കിലും ഇമോഷണലി ആൻഡ് മെൻ്റലി നമ്മുടെ കൂടെ, സ്പിരിച്വലി ഒക്കെ നമ്മുടെ കൂടെയുള്ള ഒരാൾ. അത് പരസ്പരം പൂർണ്ണമാക്കുന്ന രണ്ട് പേർ. എനിക്കിത് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. പ്രണയത്തിന് എനിക്കിതുവരെ കേട്ടതിൽ, വായിച്ചതിലും കേട്ടതിലും വളരെ മനോഹരമായിട്ട് തോന്നി. ഇപ്പോൾ പറഞ്ഞതാണ് പരസ്പരം പൂർത്തിയാക്കുന്ന കോംപ്ലിമെൻ്റാരിറ്റി. അതായത് എന്നെ പൂർണ്ണതയിൽ എത്തിക്കാൻ മറ്റൊരാൾക്ക് സഹായിക്കുമെന്നുണ്ടെങ്കിൽ ആ സഹയാത്രിക അല്ലെങ്കിൽ സഹയാത്രികൻ ആണ്. അതെ, അങ്ങനെ ഒരാളിനോട് നമുക്ക് റെസ്പെക്റ്റോടെ അല്ലാതെ പെരുമാറാൻ പറ്റില്ല. പക്ഷേ ഈ എന്താണ് മെൻസ് കമ്മീഷൻ്റെ അംഗങ്ങൾ എന്ന് വിചാരിക്കുന്ന, മാനസികമായിട്ട് ചേർന്നിട്ടില്ലെങ്കിലും പലരും അതിനകത്ത് അംഗങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ കമ്പാനിയൻഷിപ്പ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു പടി മുകളിൽ നിൽക്കുന്ന അധികാരത്തിൻ്റെ ശ്രേണിയാണ് നിലനിർത്താൻ ആവശ്യം. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനം മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം നിലനിന്നാൽ മാത്രമേ അവർക്ക് സാങ്കത്യമുള്ളൂ, അവർക്ക് വാലിഡേഷനുള്ളൂ എന്നുള്ളത്. അതിന് പകരം പരസ്പരം വേറെ ഒരു മൃഗജാതിയിലും ഇല്ലല്ലോ. ലോകത്തുള്ള പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഏത് മൃഗത്തെ നോക്കിയാലും ആണും പെണ്ണും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും, മോർഫോളജിക്കലി വ്യത്യാസങ്ങളുണ്ടാവും, പിന്നെ എന്താണ് അനാറ്റമി ഫങ്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അവരൊരിക്കലും മറ്റേയാളെ അനാദരിക്കുന്നില്ല. ഈ അനാദരവ് എന്ന് പറയുന്ന ഒന്നാണ് നമ്മൾ ഫാമിലിക്കകത്ത് നിന്ന് പഠിക്കുന്നത്. ആ അനാദരവിൽ നിന്നാണ് നമുക്ക് സാഹോദര്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ലാതാവുന്നത്. മീര, എനിക്കിത് വളരെ താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ചോദിക്കുകയാണ്. ഈ നമ്മളെപ്പോഴും പറഞ്ഞു കേട്ടത് കുടുംബം അല്ലെ സമൂഹം എല്ലാം ഒരു അധികാരത്തിൻ്റെ ശ്രേണിയിൽ. അപ്പം നമ്മളെപ്പോഴും വിചാരിച്ചത് ലോകം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ ബോധം വളരുമ്പോൾ ഈ അധികാരം ഇല്ലാതാവും. പക്ഷെ ഞാനിപ്പോൾ കാണുന്നത് അധികാരം ഇല്ലാതായില്ല, അധികാരത്തിനൊപ്പം തന്നെ എല്ലാവർക്കും ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ട് മറ്റൊരു രീതിയിൽ. അതായത് രാഷ്ട്രം GDP ഇങ്ങനെ ബെമ്മൽ കൊണ്ട് നിങ്ങൾ കുടുംബത്തിനകത്ത് കുട്ടികൾ പെർഫോം ചെയ്യണം, ഭർത്താവായിട്ട് പെർഫോം ചെയ്യണം. അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗപ്രദമായ പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയോ വസ്തുവോ ആയിരിക്കണം. ഉപയോഗമില്ലാത്തതിനൊന്നും പ്രസക്തിയില്ല. ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചോട്ടെ, ഒരു മരം ശക്തമായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന് വെള്ളവും വളവും അനുകൂല സാഹചര്യങ്ങളും കാലാവസ്ഥയൊക്കെ ഒരുക്കപ്പെടണമല്ലോ. ഏതായാലും കേർമീര എഴുതി തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതുപോലൊരു ഫാൻ ബേസ് ഒക്കെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എഴുത്തുകാരി ആവാൻ തന്നെ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല. ഇപ്പോഴും ഈ ആളുകൾ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴും എൻ്റെ ധൈര്യം അതാണ്. ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഞാൻ ഒരാളിനെയും പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളിൻ്റെയും അടുത്ത് പിന്നെ എന്നെ അംഗീകരിക്കണം എന്ന് പറയാനോ ഞാൻ ഇന്നതായിക്കോളാം എന്ന് എഴുതി കൊടുത്തിട്ടോ ഒന്നും വന്നതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു വന്നത്, അങ്ങനെ വളർന്നു വന്നപ്പോൾ തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിസ്മരിക്കാനാവാത്ത ചില വ്യക്തികൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്മരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. അത് ഒരു ഇൻ്റർവ്യൂവിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നവരല്ല. എൻ്റെ ജീവിതത്തിലെ എന്ന ബുക്ക്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ പ്രായമാകും തോറും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളറിയുന്ന വ്യക്തികൾ നമ്മളറിയുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ വ്യക്തി അങ്ങനെ ആവണമെന്നില്ല. നമ്മളൊരു ഫ്രാഗ്മെൻറ്റ് മാത്രമേ അറിയുന്നുള്ളൂ. ആ വ്യക്തി ചിലപ്പോൾ ഒരുപാട് അത്തരം 1000 ഫ്രാഗ്മെൻറ്റുകളുടെ കളക്ഷനായിരിക്കാം. അപ്പോൾ അത് നമുക്ക് വേണ്ടതെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്ത് നമ്മളുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ വേറെ പല ഡയമെൻഷനും ആ വ്യക്തിക്ക് ഉണ്ടാവാം. മീര, ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒത്തിരി കേരളത്തിൽ ഈ ലൈംഗിക ആക്രമണങ്ങളെല്ലാം വരുമ്പം ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, ഞാനറിയുന്നയാൾ ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ അല്ല. അപ്പം എനിക്ക് എപ്പോഴും പറയാൻ തോന്നുന്നു, ശരിയാവണം, നിങ്ങളുടെ ധാരണ വളരെ, നിങ്ങളറിയുന്ന വ്യക്തി ഇങ്ങനല്ല, പക്ഷെ നിങ്ങളറിയുന്ന വ്യക്തിയിൽ മറ്റനേകം വ്യക്തികളുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും ഈ ഞാനറിയുന്ന ആ വ്യക്തി
ആ ആ ആളിൻ്റെ വിക്ടിമിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ആളിനോട് മാത്രം അതിക്രമം കാണിക്കുന്ന ആളായിരിക്കും. ബാക്കി എല്ലാവരുടെയും ഗുഡ് വിൽ അയാൾക്ക് ആവശ്യമുണ്ട്. അത് പുരുഷനായാലും സ്ത്രീയായാലും പുരുഷനായാലും. മനസ്സിലായോ? അപ്പം നമുക്ക് കുറേ ഈ പറഞ്ഞ സാക്ഷികളെയും ജാമ്യക്കാരെയും ഒക്കെ നിലനിർത്തി ഒരു വേട്ടയാടുന്നത് പോലെ തന്നെയാണ്. കൂട്ടത്തിലെ ഏറ്റവും ദുർബലയായ ഒരു മൃഗത്തെ നോക്കി വെച്ച് വളഞ്ഞു പിടിച്ച് വേട്ടയാടുന്നത് പോലെയാണ്. തിരിച്ചു ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ സ്ത്രീകൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ഫെമിനിസ്റ്റ് അല്ല, എനിക്ക് ഫെമിനിസ്റ്റോട് താല്പര്യമില്ല, വീട്ടമ്മയായത് കുടുംബിനിയായത് എൻ്റെ ചോയ്സാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറയും, നിങ്ങളിങ്ങനെ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഫെമിനിസ്റ്റ് ആഗ്രഹം. അതായത് നിങ്ങളോട് കുടുംബത്തിൽ ഇരിക്കൂ എന്നല്ല, എൻ്റെ ചോയ്സ് ആയിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നു, എൻ്റെ ഒരു ചോയ്സ് ആയിട്ട് ഞാൻ പുറത്തുപോയി രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ ചോയ്സ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഫെമിനിസം എന്ന് പറഞ്ഞാൽ വലിയൊരു അശ്ലീല വാക്ക് പോലെയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഒരു പ്രായത്തിലൊക്കെ വരുമ്പോൾ ഫെമിനിസ്റ്റ് ആണ്, ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയാനായിരുന്നു. മലയാളത്തിൽ ഫെമിനിസ്റ്റ് കൂടെ ആയപ്പോൾ വികൃതമാക്കപ്പെട്ടു. പക്ഷെ അത് ഫെമിനിസ്റ്റ് ആകാതിരിക്കാൻ സത്യത്തിൽ ജനാധിപത്യ ബോധമുള്ള ഒരാൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഞാനെപ്പോഴും പറയും, ഒരു ഫെമിനിസ്റ്റ് ആയാൽ ഏറ്റവും കൂടുതൽ സ്ത്രീയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അനുഭവിക്കാൻ പോകുന്ന പുരുഷനാണ്. അത് പുരുഷൻ അറിയാതെ പോകുന്നുള്ളൊന്ന് അടുത്തിരുന്ന് പോയില്ലേ. അത് അറിയാതെ, ഫെമിനിസം അറിയാതെയാണല്ലോ ഓരോ പുരുഷന്മാരും ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുകയും അതിനെ ഏതെല്ലാം തരത്തിൽ വികലമാക്കാമോ അത്രയെല്ലാം. ഈ ജനാധിപത്യ ബോധം കൊണ്ട് സ്ത്രീയും പുരുഷനും എത്രമാത്രം ലിബറേറ്റഡ് ആക്കപ്പെടുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട് പുരുഷ സുഹൃത്തുക്കളോട്, നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആയാൽ നിങ്ങളുടെ തോളിൽ നിന്ന് വലിയൊരു ഭാരവും തലയിൽ നിന്ന് മറ്റൊരു വലിയൊരു 10 കിലോയും മനസ്സിൽ നിന്ന് വേറൊരു 5 കിലോയും മാറും. കാരണം നിങ്ങൾ തുല്യരാകില്ല. അതല്ല, അത് മാത്രമല്ല, ഒരു പുരുഷനായിട്ട് നടിക്കാൻ വലിയ എനർജിയാണ് ചിലവാക്കുന്നത്. ഞാനൊരു പുരുഷനാണ്, എനിക്ക് പൗരുഷമുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചുമലിലേറ്റാൻ ശക്തനാണ്, യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ പടവെട്ടാൻ ഞാൻ നിയുക്തനാണ്. ഇങ്ങനെ പൗരുഷം സംബന്ധിച്ച വലിയൊരു മിത്തുണ്ടാക്കിയിട്ട് ഇത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഒരു ശരാശരി പുരുഷൻ. അതെ, അത് അവരവർക്ക് ചേരാത്ത കുപ്പായം, ആ കുപ്പായത്തിലേക്ക് നമ്മളെ വലിച്ചു നീട്ടിയോ വെട്ടിച്ചുരുക്കിയോ കയറുന്ന ആളുകൾ. ചില കുടുംബങ്ങളും ചില സമൂഹങ്ങളും അത് ആവശ്യപ്പെടുന്നുണ്ട്. അതെ, അത് പറയുന്നത് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്, എന്നോട്ടാണ് ആവശ്യപ്പെട്ടു വന്നത്. അതിൽ നിന്ന് മറികടക്കേണ്ട കാലമായില്ലേ. പുരുഷന് മാത്രമല്ല, സ്ത്രീക്ക് മാത്രമല്ലല്ലോ, പുരുഷനും വേണ്ട ഒരു ലിബറേഷൻ. അല്ല, ഈ പുരുഷ കമ്മീഷൻ ഇത് ആവശ്യപ്പെട്ടിരുന്ന ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതായത് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവോടുകൂടി പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നു. പുരുഷൻ്റെ ലിബറേഷൻ എന്നുള്ളത് ഈ പട്രിയാർക്കിൽ നിന്ന് സ്ത്രീ ആവശ്യപ്പെടുന്ന അതേ ലിബറേഷൻ പുരുഷനും ആവശ്യമുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ കെട്ടുപാടിൽ ഭാരം ചുമക്കുന്നവരാണ്. സ്ത്രീയുടെ ഭാരം കുറച്ചേറെയാവുന്നു, പുരുഷന് വേറെ തരത്തിലുള്ള ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങളുള്ള അവസ്ഥയിലൊരു ഗുണമുള്ളത് എന്താ വെച്ചാൽ, ഇത് നേരത്തെ എഴുതി വെച്ച അല്ലെങ്കിൽ വരച്ച് വെച്ച ഒരു ചിത്രമാണ്. ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി. മറ്റത് കുറച്ച് വാർപ്പ് മാതൃകയാണ്. അതിലേക്ക് കയറി പറ്റിയാൽ ഒരു നല്ല ഒളിയിടമാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. ശരിക്കും ഇതൊരു മുഖംമൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ പുതിയ തലമുറയെ പറ്റി എന്താണ്, എനിക്ക് 2 അഭിപ്രായങ്ങളാണ്. പുതിയ തലമുറയെ വളരെ പ്രതീക്ഷ തരുന്ന പുതിയ തലമുറയിലെ കുട്ടികളുണ്ട്. അതായത് ജനാധിപത്യം എന്നുള്ളത് അവരുടെ ബ്ലഡിലങ്ങ് അലിഞ്ഞു ചേർന്ന് പോയവരെ. അപ്പം ലിംഗസമത്വത്തെപ്പറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ വളരെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവരുടെ ജനാധിപത്യ ബോധത്തിൽ ഇതൊന്നും സംസാരിക്കുന്നുണ്ട്. വേറെ ചില കാര്യങ്ങളൊക്കെയാണ് ഇനി അവർക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു സമൂഹം പുതിയ തലമുറയെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ വേദനിപ്പിക്കുന്ന പോലെ ടോക്സിക് റിലേഷൻഷിപ്പിനെ ഇങ്ങനെ മാതൃകയാക്കി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയും കാണുമ്പോൾ, മീര എഴുതിയ ഈ പ്രണയസങ്കല്പം
പുതിയ തലമുറയിൽ എങ്ങനെയാണ് അവരതിനെ കാണുന്നത്? അല്ല, അത് ശരിക്കും അതെങ്ങനെ കാണുന്നു എന്നുള്ളത് സത്യത്തിൽ അവരോട് ചോദിക്കണം. ഞാൻ വിചാരിക്കുന്നത്, ഞാനെങ്ങനെ ഈ പുതിയ തലമുറയെ കാണുന്നു എന്നുള്ളത്, പീയൂഷ് പറഞ്ഞതുപോലെ 2 എക്സ്ട്രീമിലുള്ള 2 വിഭാഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു വിഭാഗമുണ്ട്, അത് ചിലപ്പോൾ ആ എക്സ്ട്രീമിലേക്ക് കുറച്ച് നിൽക്കും, ഈ എക്സ്ട്രീമിലേക്ക് കുറച്ച് നിൽക്കും. ഇതെല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളും ഇങ്ങനെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ചരിത്രത്തിൽ വളരെ 16-ാം നൂറ്റാണ്ടിലെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാണും വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചിരുന്ന ബസവണ്ണയെ പോലെ ഒരാൾ ആ കാലത്ത്, അല്ലെങ്കിൽ പിന്നെയും അതിൻ്റെ എന്താണ് റഷ്യൻ ലിബറേഷൻ്റെ കാലത്ത് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര റവല്യൂഷണറി ആയിട്ട് ചിന്തിച്ച ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഓരോ കാലത്തും ഒരു പർട്ടിക്കുലർ സമൂഹത്തിൽ അതിൻ്റെ ഈ കോമ്പോസിഷൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത്ര ശതമാനം പുരോഗമനവാദികൾ, ഇത്ര ശതമാനം യാഥാസ്ഥികർ, ഇത്ര ശതമാനം ടോക്സിക് ആളുകൾ, അങ്ങനെ ആയിരിക്കണം ഈ ഹോമോസാപ്പിയൻസിൻ്റെ ഈ ഗ്രൂപ്പ് എല്ലാ കാലത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആഫ്റ്റർ ഓൾ ഒരു അനിമൽ സ്പീഷീസ് ആണല്ലോ, അത് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആയിരിക്കണം. അത് മാത്രമേ എനിക്കതിനൊരു പുതിയ തലമുറ മീരെ വായിച്ച് വളരുന്ന ഒരു പുതിയ തലമുറയാണ്. കുട്ടികളുടെ ഒരു കഴിവ്, അവരുടെ ക്ലാരിറ്റിയും അവരുടെ ഒരു ജീവിതത്തോടുള്ളൊരു പോസിറ്റിവിറ്റിയും അവരുടെ ഒരു ധൈര്യവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. നമ്മൾ അവരുടെ ഒപ്പം ആയില്ലല്ലോ, അവരുടെ കാലത്തായില്ലല്ലോ എന്നുള്ളൊരു അസൂയ തോന്നും. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ ഇങ്ങേ എക്സ്ട്രീമായിട്ട് യാതൊരു തരത്തിലുള്ള പുരോഗമനവും അറിയാത്ത, ഒരു തുള്ളി വെളിച്ചം പോലും അകത്ത് കയറാത്ത തരത്തിലുള്ള ആളുകളുമുണ്ട്. അത് ശരിയാണ്. ഞാനെപ്പോഴും വിചാരിക്കും, ഞങ്ങളൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചതാണ്, ഞങ്ങൾ രണ്ടുപേരും. അന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടിയോട് സംസാരിക്കുക, നോക്കുക, ഒരു കളിക്കൂട്ടുകാരനായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതൊന്നും ഓർമ്മിക്കാനേ പറ്റില്ല. നമ്മൾ ഇംഗ്ലീഷ് പോലെ സ്റ്റോൺ ത്രോ എവേ എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു എൻ്റെ വീടും മാർട്ടിൻ്റെ വീടും. പക്ഷേ സംസാരിച്ച് തുടങ്ങിയത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. എനിക്കിപ്പോൾ ഈ തമാശ തോന്നും, പല മലയാള സിനിമകളിലെയും ഈ പിള്ളേർ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ കാമുകിയും കാമുകനും പ്രേമത്തിലാകുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. എത്ര പിന്നോക്കമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണത്. ശരിക്കും ആ സമയത്ത് പോലും, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് പോലും ലവ് അല്ലെങ്കിൽ റൊമാൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഇതില്ലാതെ 2 കുട്ടികൾക്ക് കൂട്ടുകാരാവാൻ പറ്റാത്ത ഒരു ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്, അല്ലേ? അത് സ്കൂൾ തലം തൊട്ട് അങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ്. അങ്ങനെയാവണോ? എൻ്റെ മകളുടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ നല്ല സൗഹൃദങ്ങൾ ആസ്വദിക്കുന്ന പുതിയ തലമുറയെ വളരെ അസൂയോടെയാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ ആവണം. പ്രണയമല്ല ആ സമയത്ത് നല്ല കളിക്കൂട്ടുകാർ, അത് ആ ഒരു കളിക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. ഞാൻ എപ്പോഴും വിചാരിക്കും, കളിക്കൂട്ടുകാരോടുകൂടി വളർന്ന കുട്ടികൾക്കുള്ള ഒരു ആത്മവിശ്വാസം, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച്. അതൊരു പെൺകുട്ടിയുടെ ആവശ്യം എന്താണ്, ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണം, ആൺകുട്ടിയോട് എനിക്ക് തോന്നുന്നു അത് ആൺകുട്ടികൾക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം പകരും. എങ്ങനെയാണ് ഒരു പെൺകുട്ടി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാ, പുരുഷൻ്റെ ഒരു വലിയ ലോകം, അതിലൊരു സ്പേസും കിട്ടാത്ത സെക്കൻഡ് റേറ്റ് സിറ്റിസൺസായിട്ട് നമ്മളെ കാണാനാണ് അവരന്ന് കാലം തൊട്ടേ ശീലിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഞാനെപ്പോഴും വിചാരിക്കും, നല്ല പുരുഷ സുഹൃത്തുക്കളുള്ള അല്ലെ നല്ല സ്ത്രീ സുഹൃത്തുക്കളുള്ള പുരുഷന്മാർ നല്ല ഭർത്താക്കന്മാരാവുമോ എന്ന് ഞാൻ എന്നോട് തന്നെ, അതിനെപ്പറ്റി ഒരു നല്ല ഭർത്താവ് എന്ന്, നല്ല ഭർത്താവ് എന്നുള്ള വലിയൊരു പദവി പോലെ തോന്നും. നല്ലൊരു ജീവിത പങ്കാളിയാവാൻ നല്ല സ്ത്രീ സുഹൃത്തുക്കളുള്ള പുരുഷന്മാർക്ക് കഴിഞ്ഞേക്കില്ലേ? ഒന്നുമില്ലെങ്കിലും അത് പീയൂഷിൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കണം. ഞാൻ ചോദിക്കാം. ഒരു ചെറിയ റിസർച്ച് തന്നെ നടത്താം, ഒരു ചെറിയ സാമ്പിൾ വെച്ചിട്ട്. അല്ല, ഞാൻ തമാശയായിട്ടുള്ള സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ കൂടി വരുന്നതും പണ്ട് ബലാത്സംഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ബലാത്സംഗത്തിനോട് ഒപ്പം തന്നെ അത് സിനിമയിലാണെങ്കിൽ പോലും നമ്മുടെ പണ്ടത്തെ സിനിമയിലൊന്നും പണ്ട് നാടകങ്ങളിൽ ഒരിക്കലും വയലൻസ് കാണിച്ചിരുന്നില്ല. അതിങ്ങനെ ഒരു വെള്ള ഷീറ്റ് വെച്ചിട്ട് ഷാഡോ ഇട്ടിട്ടാണ് ഒരു കൊലപാതകം കാണിച്ചിരുന്നത്, ശബ്ദത്തിൽ കൂടെ. അതായത് നമ്മൾ വയലൻസ് കാണാൻ പാടില്ല. ഇപ്പോൾ ന്യൂറോ സയൻസ് വളർന്നു വന്ന് നമ്മൾ വയലൻസ് കാണുമ്പോൾ അത്രയും വയലൻസ് നമ്മളിലുണ്ടാകും. ഇപ്പോൾ സിനിമയിൽ വന്ന് വയലൻസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും,
ഈ ഗെയിംസിലും വയലൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഒക്കെ മീര എപ്പോഴും പറയുന്ന ഈ സ്നേഹത്തിൻ്റെ ഭാഷ, അല്ലെ സ്നേഹം എന്നുള്ളത് കുടുംബത്തിൽ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണ്? ചുറ്റും വയലൻസ് ആണ്. അപ്പോൾ കുടുംബങ്ങൾ കുറച്ചുകൂടെ സ്നേഹത്തിൻ്റെ ഫാക്ടറികളാവണം, ജനാധിപത്യത്തിന്റെ ഫാക്ടറികളാണ്. ജനാധിപത്യത്തിൻ്റെ ഫാക്ടറികളാവണം. ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഞാനൊരു പറയാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വയലൻസിന് ഒരു ഒരു ആൻറ്റിഡോട്ടായിട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. അത് ഈ ഇപ്പോൾ മലയാളത്തിൽ പൊതുവെ പുരുഷന്മാർ രണ്ട് തരം കാലത്ത് നിൽക്കുകയാണ്. ഒന്ന് മറ്റേ മംഗലശ്ശേരി നീലകണ്ഠൻ, മുണ്ടക്കൽ ശേഖരൻ, അല്ലെങ്കിൽ അയ്യപ്പനും കോശിയും. ഇതിനിടയിലല്ലാത്ത മനുഷ്യരെ കാണാൻ വലിയ പ്രയാസമാണ്. ഈ സാഹിത്യത്തിലേക്ക് യുവതലമുറ വരികയാണെങ്കിൽ കുറേയൊക്കെ അവർക്ക് കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്താൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺസ്. കാരണം ഒരു പുസ്തകം ഒരാളെ മാറ്റിമറിക്കുന്നത് വളരെ സൈലൻ്റായിട്ടായിരിക്കും. ചിലപ്പോൾ ഒന്നും ചെയ്തില്ല എന്നും വരും. ആ ആൾ പുസ്തകം വായിക്കുന്ന അവസ്ഥ, ആ ആളിന് ആ പുസ്തകത്തിൽ പറയുന്ന അവസ്ഥയുമായി താതാത്മ്യപ്പെടാനുള്ള കഴിവ്, ആളിൻ്റെ അനുഭവ പരിസരം, ഇതൊക്കെ ഇതിനെ ബാധിക്കും. പക്ഷെ പുസ്തകം വളരെ വളരെ സാവധാനം ഒരാളെ മാറ്റിമറിച്ചെന്നും വരാം. ഞാനൊക്കെ ഒരുപാട് പുസ്തകങ്ങൾക്ക് ഇങ്ങനെ സ്വയം വിട്ടുകൊടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് പുസ്തകങ്ങളെയും അതിലെ ആശയങ്ങളെയും ഭയങ്കര വിശ്വാസമായിരുന്നു. നമ്മുടെ ഒരു കാലത്ത് അങ്ങനെയാണ് നമ്മളതിനെ വീട്ടിൽ കിട്ടിയിരുന്ന ഒരു വിദ്യാഭ്യാസം അതായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളോട് കഥ പറയുക, കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക, കുട്ടികളോട് പഠിത്തത്തെക്കുറിച്ച് അല്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലും ഈ പറഞ്ഞ പൈസയെ പറ്റിയും ഇതിനെപ്പറ്റിയും അല്ലാതെ എന്തെങ്കിലും സംസാരിക്കുക. അങ്ങനെ ഇതിനൊക്കെ മെയിൻ സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ എന്നുള്ളതാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഊഷ്മളത. അല്ല, ഞാൻ ഈ കഥ കുട്ടികൾ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പുതിയ തലമുറ കഥ കേട്ട് വളരുന്നുണ്ടോ? കഥകളുണ്ടോ കുട്ടികൾക്ക് കേൾക്കാൻ? എല്ലാവരും മൊബൈൽ അഡിക്ഷനൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മൾ വളർത്തിയ കുട്ടികൾ, അതായത് 2000-ൽ വളർന്ന കുട്ടികളാണോ അവസാനത്തെ കുട്ടികൾ കഥ കേട്ട് വളർന്നത്? നമ്മളെല്ലാം കുട്ടികളെ ഒരു കഥപുസ്തകം പിടിച്ച് കഥ വായിച്ചു കൊടുത്ത്, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ടാബ് നോക്കിയിട്ട് ഉറങ്ങുമായിരിക്കില്ലേ, അല്ലെ അലക്സയോട് പാട്ട് പറഞ്ഞിട്ട് ഉറങ്ങുമായിരിക്കില്ലേ? എല്ലാവരും അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എല്ലാവരും പുസ്തകം വായിക്കണമെന്നോ എല്ലാവരും വായന ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നോ നിർബന്ധമില്ല. പക്ഷെ കഥയുടെ ഒരു എലിമെന്റ്, കഥയുടെ ഒരു എലിമെന്റ്, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എലിമെന്റ് വളരെ പ്രധാനമാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഥ ഒരു കമ്മ്യൂണിക്കേഷൻ, കഥയാണ് ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതി കുട്ടികളോട്. അതെ അതെ. മലയാള സാഹിത്യത്തിൽ മീരി എപ്പോഴും പറയാറില്ലേ, മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഈ അഡൽട്ട് ആൾക്കാർക്ക് കൂടുതലാണ്. മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വായിക്കാനുള്ള ബാലസാഹിത്യം ധാരാളമുണ്ട്. അത് തന്നെ ഒരുപാട് തരം ഈ ഫേക്ക് ഹിസ്റ്ററി പുസ്തകങ്ങളാണ് പലപ്പോഴും ചിത്രകഥകളുടെ രൂപത്തിൽ വരുന്ന. അതൊന്നും ചരിത്രപരമായിട്ട് ശരിയല്ലാത്തതായ കഥകൾ, അതായത് കഥയ്ക്കും ചരിത്രത്തിനും ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കൂടി ചേർന്ന ഒരു സംഗതിയാണ് നമുക്ക് അതായിട്ട് കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം, ചരിത്ര പഠനം സംഭവിക്കുന്നതേയില്ല. അവിടെയാണ് ഗാന്ധിജിയും അംബേദ്കറും ഒന്നും ആളുകൾക്ക് അറിയാതെ പോകുന്നത്. അതല്ലാതെ അത് മാത്രമല്ല, ഈ 10 തൊട്ട് ഒരു 15 വയസ്സ് വരെയുള്ള ഒരു പ്രായമുള്ളൊരു കുട്ടിക്ക് അതിന് വായിക്കാൻ പറ്റിയൊരു പുസ്തകങ്ങളുടെ ഒരു ഷോർട്ടേജ് മലയാളത്തിലുണ്ട്. 15 തൊട്ട് ഒരു 19-20 വരെ വായിക്കേണ്ട പുസ്തകങ്ങളുടെ, വായിക്കാൻ ഇഷ്ടമുള്ള പുസ്തകങ്ങളുടെ, അവരെ ആകർഷിക്കുന്ന തരം, സബ്ജക്റ്റും ഭാഷയുമുള്ള പുസ്തകങ്ങളുടെ ഒരു ഷോർട്ടേജും മലയാളത്തിലുണ്ട്. അപ്പോൾ പലപ്പോഴും വരുന്നത്, വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ പലപ്പോഴും ഈ 10 വയസ്സിൽ നിന്ന് നേരെ വായിക്കുന്നത്, ഞാൻ ഒരുപാട് ആളുകളെ കാണിക്കുന്നത്, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഘാതകൻ വായിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഘാതകൻ വായിക്കേണ്ട ആവശ്യമില്ല. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഘാതകൻ വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കുട്ടിക്ക് വായിക്കാം, പക്ഷേ അതിൻ്റെ അത്രയും ജീവിത അനുഭവങ്ങൾ ആ പ്രായത്തിൽ അതിൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറ്റേണ്ട ആവശ്യമില്ല, മനസ്സിലാവില്ല. അപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് വായിക്കേണ്ടത്. അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഒരു പുസ്തകം കയ്യിലെടുക്കുന്നതിന് പകരം ഇവർക്ക് വേണ്ടി കൃത്യമായി ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ, ഉണ്ടാക്കുന്ന നല്ല ഉദ്ദേശിച്ച് എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഞാൻ ശരിക്കും ഒരു യങ് അഡൾട്ട്സിൻ്റെ മാനസിക ഇതിലാണ് ഈ പുസ്തകം എഴുതിയത്. എല്ലാവിധ പ്രണയവും വന്നു. അത് ഇംഗ്ലീഷിലൊക്കെ മിൽസ് ആൻഡ് ബൂൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പ്രായത്തിൽ അത് നല്ലതാണ്. റൊമാൻസിനെ പറ്റി പഠിപ്പിക്കുന്നത്, എന്തെങ്കിലും പുതിയ ഒരു സ്വപ്നം കാണാൻ പഠിക്കുന്നത്, നമുക്ക് ഏത് തരം ആളിനെ ആയിരിക്കും ഇഷ്ടമെന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം ഇമാജിനേഷന് ബന്ധങ്ങളിലൊരു വലിയ പങ്കുണ്ട്. നിങ്ങൾ ഇമാജിനേഷൻ ഇല്ലാതെ ഒരു ബന്ധവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഈ ബന്ധം എങ്ങനെ ആവണമെന്നെങ്കിലും ഒരു ഇമാജിനേഷൻ വേണമല്ലോ. അല്ല, എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ പുതിയ തലമുറയ്ക്ക് ഇമാജിനേഷൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എല്ലാം ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ AI ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എനിക്കത് വളരെ ഭീതി ഉണ്ടാക്കുന്നു. അതായത് നമ്മളൊക്കെ ഇമാജിൻ ചെയ്ത് ഞാൻ അവിടെ പോയാൽ അങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെയായാലും അങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു സാധ്യത ബ്രെയിനിനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ ആവട്ടെ AI കടന്നു പോകുന്നു. അതൊരു വിഭാഗം കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഈ OCD എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സെറ്റ് റെസ്പോൺസസും റിയാക്ഷൻസും ഫോം ചെയ്ത് അവർക്ക് പരിചയമില്ലാത്ത ഏത് ഇതിനെയും പരിചയമുള്ളതാക്കി മാറ്റി അങ്ങനെ ചെയ്യാൻ ഉണ്ടാവുന്ന ഒരു സംഗതിയുണ്ട്. അത് പക്ഷേ എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കണം. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ആത്യന്തികമായിട്ട് ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യൻ്റെ ഒരു മൗലികമായ ഭാവനാശേഷി തന്നെയായിരിക്കും ഒരാളെ ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ ശരിക്കും സന്തോഷിപ്പിക്കുന്നത്. ഞാൻ മീര വെറുതെ ഒരു കുസൃതിയായിട്ട് ചോദിക്കട്ടെ, മീര ഈ കാലത്ത് ജനിച്ച് ജീവിച്ച കപിലയുടെ പ്രായമുള്ള ഒരു ആളായിരുന്നുവെങ്കിൽ മീരയുടെ പ്രണയം എങ്ങനെ അടിച്ചു പൊളിച്ചേരെ? സന്തോഷം ഞാൻ എത്രയോ സോളോ ട്രിപ്പുകൾ ചെയ്യുമായിരുന്നു, എത്രയോ ആളുകളെ പുതുതായിട്ട് പരിചയപ്പെടുമായിരുന്നു, എവിടെയെല്ലാം പോയി ഏതെല്ലാം ജോലികൾ ചെയ്യുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ എന്തെല്ലാം ജോലികളുണ്ട്, എന്തെല്ലാം ഇടങ്ങളുണ്ട്, എനിക്ക് ഇടപെടാൻ പറ്റാതെ പോയ എന്തെല്ലാം തരം മനുഷ്യരുണ്ട്. അതാലോചിക്കുമ്പോൾ ഭയങ്കര നഷ്ടബോധമാണ്. ഇന്നായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇതിപ്പോൾ ഇത് കേൾക്കുന്ന കേൾവിക്കാരിൽ കുറേ പേര് അച്ഛന്മാരുണ്ടാകും, പെൺമക്കളുള്ളത്. ഞാനിങ്ങനെ അവരുടെ ഒരു മനോഭാവത്തിൽ പെൺകുട്ടികളെ ഇങ്ങനെ സ്വതന്ത്രരായിട്ട് വിടുമ്പോൾ വളരെയധികം പേടി തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു പെൺകുട്ടി ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന എനിക്ക് ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ പ്രായത്തിൽ അത് തോന്നത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആ കീഴടക്കെല്ലാം അങ്ങ് മാറും. അപ്പോൾ ആ പ്രായത്തിൽ ആ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്തോളൂ. പക്ഷേ പുറത്ത് പുലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുലിയെ പിടിക്കാതെ കുട്ടികളെ വീട്ടിലിരുത്തുന്ന ഒരു നമ്മൾ ന്യൂജൻ പറയില്ലേ, തന്ത വൈബ്, അത് ഭയങ്കര ഒരു പ്രശ്നമല്ലേ പുതിയ തലമുറയ്ക്ക്? ഞാൻ കാണുന്നിടത്തെല്ലാം ഈ കോൺഫ്ലിക്റ്റ് കുടുംബങ്ങളിൽ ഉണ്ടാവുന്നത് ഈ കുട്ടികളുടെ സ്വാതന്ത്ര്യബോധവും ഈ തന്ത വൈബും കൂടെ കൊണ്ട് ചേർന്ന് പോകത്തില്ല, വേറൊന്നുമല്ല. അത് ഈ തന്ത വൈബ് ഇപ്പൊ കാണിക്കുന്ന ആളുകള് അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ തന്തമാരുടെ വൈബ് കാരണം കഷ്ടപ്പെട്ടവരാണ്. അതങ്ങ് മറന്നു പോകും. കാരണം എന്താ വെച്ചാലേ ഈ മനുഷ്യരുടെ പ്രത്യേകിച്ചും ഈ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്നൊക്കെയുള്ള ഈ സോക്കോൾഡ് റോൾ റോൾ മോഡൽ എന്നല്ല ഞാൻ പറയുന്നത്, ആ പർട്ടിക്കുലർ റോൾസിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങനെ വേണം പെരുമാറാൻ എന്നുള്ള ഒരു പാഠമുണ്ട്, ചട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയോടുള്ള ഏറ്റവും വലിയ കടപ്പാടും വിധേയത്വവും അമ്മ എന്നെ സ്വതന്ത്രയാക്കി വിട്ടു എന്നുള്ളതാണ്. വെച്ചാൽ ഭയങ്കരമായിട്ട് അഴിച്ചു വിടുക എന്നുള്ളതല്ല, പക്ഷെ സ്വതന്ത്രമായിട്ട് നീ ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പാഠം ഞങ്ങളുടെ ചെറിയ സാഹചര്യത്തിൽ തന്നിരുന്നു. ഈ സ്വാതന്ത്ര്യം എന്നുള്ളൊരാശയം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾ മാത്രമേ എന്തെങ്കിലും നേടുന്നുള്ളൂ എന്നാണ് വളരെ നല്ലൊരു അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നം. സ്വാതന്ത്ര്യം ഓൾവേസ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓൾവേസ് comes with kind of empathy and compassion, hard work.
അതായത് ഒരു കുട്ടിയുടെ വളർന്നു വരുന്ന കുട്ടിയുടെ ആഗ്രഹങ്ങൾ നമ്മൾ വളരെ എമ്പതിയോടെ കമ്പാഷനേറ്റഡ് നോക്കിയാൽ മാത്രമേ ആ കുട്ടിയെ സ്വതന്ത്ര അല്ലെങ്കിൽ സ്വതന്ത്രനായി വിടാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് പീയൂഷിന് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരാളായിരുന്നു തോന്നുന്നു. വളരെയധികം. ഞാനും എൻ്റെ അമ്മയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഇങ്ങനെ വായിക്കാൻ അല്ലെങ്കിൽ സത്യത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആയതല്ലാതെ കറേജിയസ് ആയതല്ലാതെ പോയിട്ടില്ല. ആ ധൈര്യം പക്ഷേ കേരളത്തിൽ ഇപ്പോഴും വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കേരളത്തിലെ കുടുംബശ്രീ ലോകം മുഴുവൻ ഫേമസ് ആണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ആത്മഹത്യകൾ കൂടുന്നു. എന്തിന്? സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇപ്പോഴും സ്ത്രീകൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഒരു വശത്തോടെ കുടുംബശ്രീ ശാക്തീകരണം ഇങ്ങനെ ലോകത്തിന് മുഴുവൻ. പക്ഷേ അതെ, ആ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രോബ്ലം അതൊരു സാമ്പത്തിക ശാക്തീകരണം മാത്രമാണ്. അതായത് ഒരു കുടുംബത്തിലേക്ക് കുറച്ചുകൂടെ പൈസ കൊണ്ടുവരാനുള്ള ഒരു മാർഗം മാത്രമായിട്ടത് മാറുന്നു. ഇംഗ്ലീഷിൽ പറയും വിമൻ ആസ് ബെറ്റർ മാനേജേഴ്സ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യം മാനേജ് ചെയ്യാൻ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കഴിവുണ്ട് എന്ന് ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചു. കുടുംബത്തിൻ്റെ ദാരിദ്ര്യം നിങ്ങൾ മാറ്റണം എന്നല്ലാതെ ഒരു സാമൂഹികമായൊരു നമ്മൾ എംപവർമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് കൂടുതലൂടെ സ്വയം ശാക്തീകരിക്കപ്പെടുന്ന ഒരു ഇമോഷണലി വൈകാരികമായൊരു സ്വാതന്ത്ര്യബോധം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മീരയോട് മീരയ്ക്ക് ഇങ്ങനെ ഈ എല്ലാം കുട്ടികളാണല്ലോ, കഥാപാത്രങ്ങളെല്ലാം തന്നെ എല്ലാ അമ്മമാർക്കും എല്ലാ കുട്ടികളോടും ഒരുപോലെ സ്നേഹം തോന്നുന്നില്ല. അത് ഞാൻ തന്നെയാണ്. അല്ലെ എല്ലാ ഞാൻ എന്നുള്ളതിനോടും ഒരേപോലെ അടുപ്പം തോന്നാറുണ്ടോ? പിന്നെ എല്ലാ ഞാനും ഞാൻ തന്നെയാണല്ലോ. എനിക്ക് എന്നിലെ ചിലതിനൊന്നും ഇഷ്ടം അങ്ങനെയല്ല. ഇതൊക്കെ ഓരോ ഘട്ടത്തിലെ ഞാനാണ്. അത് ഞാൻ പറയുന്നത് ഒരു 25 വയസ്സിലെ ഞാനാണോ 30 വയസ്സിലെ ഞാനാണോ 40 വയസ്സിലെ ഞാനാണോ ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം 50 വയസ്സിലെ ഈ കപിലയാണ്. അത് പ്രായം കൂടുന്തോറും കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് എൻ്റെ വിചാരം. അപ്പൊ ഇനിയും പ്രണയകഥകൾ ഉണ്ടാവുമെന്നാണ്. തീർച്ചയായിട്ടും. ഇതിലൊരു തുടക്കമാണ്. ഇനി ഞാൻ പിന്നോട്ടില്ല. അല്ല, ഇതില് എന്റെ മനസ്സില് എനിക്ക് ജീവിക്കാൻ കഴിയാതെ പോയ യങ് അഡൾട്ട്സിന്റെ ജീവിതം മുഴുവൻ ജീവിക്കാൻ പോകും. എഴുതി തീർക്കും വാശിയോടുകൂടി. വായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അടുത്ത 14-ാം തീയതി അടുത്ത 14 അതിന് മുമ്പ് തന്നെ കലാച്ചി വരുമല്ലോ. വരുന്നുണ്ട്. പുതിയ പുസ്തകം കലാച്ചി വരുന്നുണ്ട്. കലാച്ചി ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ട പ്രണയം, എല്ലാത്തരം എന്തെങ്കിലും തരം ഒരു പ്രണയം ഇല്ലാതെ എന്റെ ഒരു പുസ്തകവും ഇല്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? തീർച്ചയായും. അതിൽ പ്രണയം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണെങ്കിലും ഘാതകനാണെങ്കിലും പ്രണയം എന്താണ് നിയാമകമായ സംഗതി പ്രണയമായിരിക്കും. അതിന്റെ നിർണായകമായ സംഗതിയും പ്രണയമായിരിക്കും. അത് ചിലപ്പോൾ ആശയങ്ങളോടുള്ള പ്രണയമായിരിക്കും, ചിലപ്പോൾ വിഡിതങ്ങളോടുള്ള പ്രണയമായിരിക്കും. എന്തായിരുന്നാലും സൗന്ദര്യത്തോടൊരു പ്രണയമായിക്കൂടെ? സൗന്ദര്യത്തോട് പ്രണയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വ്യവസ്ഥാപിത രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്. സൗന്ദര്യം ഒരു വീക്ക്നെസ് അല്ല. എനിക്കൊരു വീക്ക്നെസ് അല്ല. താങ്കളുടെ സകല പുസ്തകങ്ങളുടെയും പുറംചട്ടകളെ ഞാൻ നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിക്കപ്പെട്ടത് താങ്കൾ വളരെ ഭംഗിയായി സാരി ഉടുത്ത് അതിന് ചേരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഇടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുക വരെ ചെയ്തു. അത് സൗന്ദര്യ സങ്കല്പത്തിന്റെ ഭാഗമല്ലേ? അല്ല, അതൊരു എസ്തെറ്റിക് സെൻസ്. അതല്ല, അത് എനിക്ക് എന്നെ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ ചെയ്യണം. അല്ലാതെ ഞാൻ എന്താ വാട്ട് യു എക്സ്പെക്ട് ഫ്രം മീ? ഞാൻ മുടിയൊക്കെ അലങ്കോലപ്പെടുത്തി അല്ല. ചില സാഹിത്യകാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ജുബ്ബ ധരിക്കുക, അല്ലെങ്കിൽ അലക്ഷ്യമായി ഇത് വളരെ കൃത്യമായിട്ട് സാധാരണ എഴുത്തുകാരികൾ സൗന്ദര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത, അതായത് മീൻസ് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ശ്രദ്ധിക്കാതെ പിന്നെ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഞങ്ങളുടെയൊക്കെ കാലത്ത് എഴുത്തുകാരിയുടെ ഏറ്റവും വലിയൊരു ചിത്രം എന്ന് പറഞ്ഞാൽ വിഷാദാത്മകമായ മുഖമുള്ള അങ്ങനെയുള്ളൊരു ഒരാളായിരുന്നു. എനിക്ക് ആ സ്റ്റീരിയോ ടൈപ്പ് ലംഘിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് ഞാൻ തിരിച്ച് സൗന്ദര്യബോധത്തിലോട്ട് വരികയാണ്. എനിക്ക് ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിലുള്ളൊരു സൗന്ദര്യ സങ്കല്പം നമ്മളൊക്കെ പഠിച്ച് വളരുമ്പോഴുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിനൊരു അഴകളവുണ്ടല്ലോ. ഇങ്ങനെ ഇത്ര വെളുത്തതായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ഉയരം വേണം, ഇത്ര ഇത് വേണം. ആ സംഗതികൾ ഞാൻ എപ്പോഴും പുസ്തകത്തിലും ജീവിതത്തിലും എനിക്കതിനോട് വിശ്വാസം തോന്നിയിട്ടില്ല.
എനിക്കത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് തലച്ചോറിൻ്റെ സൗന്ദര്യമാണ്. നമുക്ക് കാണാൻ പറ്റാത്തൊരു സൗന്ദര്യമാണല്ലോ അത്. ഒരു ആന്തരിക സൗന്ദര്യം. ആന്തരികമല്ല, ആന്തരികം എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ആന്തരികമാണ്, പക്ഷെ അതിൻ്റെ ഒരു ചിന്താശക്തിയുടെ സൗന്ദര്യം, വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം. ആ വ്യക്തിത്വമാണ് ബേസിക്കലി എന്നെ എപ്പോഴും. പക്ഷെ കൂടുതൽ സ്ത്രീകൾ അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കറിയില്ല. അല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മളെ പോലെ ചിന്തിക്കും, നമ്മളൊക്കെ ഒരുപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ ഈ പുതിയ തലമുറയിൽ ഈ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രണയങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ പുതിയ തലമുറയിലുള്ള കുട്ടികളോടെല്ലാം ചോദിക്കും, ബമ്പിലുള്ള കുട്ടികൾ, ടിൻഡറിലുള്ള കുട്ടികളോടെല്ലാം ചോദിക്കും. അതിലെല്ലാം 3-4 പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പം അവരെല്ലാവരും പൊതുവെ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, എനിക്ക് ആ വൈബ് കിട്ടിയില്ല എന്ന്. അപ്പോഴെല്ലാം ഞാൻ കൂടുതൽ ഇങ്ങനെ ചെയ്യാറുണ്ട്, എന്താണ് ഇവർക്ക് കിട്ടാതെ പോയ വൈബെന്ന്. അപ്പോഴൊക്കെ പിള്ളേർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ല. അപ്പോഴെനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ പോലും ഈ വ്യക്തിത്വത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ അന്വേഷണത്തിലാണ്. അല്ലെങ്കിൽ ഇതിൽ കപില അന്വേഷിച്ചൊരു പ്രണയമുണ്ടല്ലോ, ഒരു ഉള്ളിൽ തീ കൊളുത്തുന്ന, അല്ലെങ്കിൽ എല്ലാം. മീര എഴുതിയ വളരെ മനോഹരമായൊരു സെൻറ്റൻസ് ഉണ്ട്, ശിശിരത്തിന് മുന്നിൽ ഇല മുഴുവൻ അഴിച്ചു വെച്ച ഒരു വൃക്ഷം എന്ന് എഴുതിയതുപോലെ ആവാനായിരിക്കാം പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും ആഗ്രഹിച്ചത്. അപ്പം ഞാൻ ഇവിടെ ഈ സംഭാഷണം നിർത്തുമ്പോൾ ഞാൻ മീരയുടെ എല്ലാ വായനക്കാരോടും ടൈം മീഡിയയുടെ എല്ലാ കേൾവിക്കാരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കപിലമാരെ പോലെ ഒരു അന്വേഷണത്തിൽ ഏർപ്പെടൂ. ഒരു തുഷാർ എവിടെയോ കാത്തിരിപ്പുണ്ട്. പ്രണയം എന്നുള്ളത് ഒരിക്കലും നശിക്കാതിരിക്കട്ടെ. സമൂഹത്തിൽ എത്ര വയലൻസ് കൂടുന്തോറും നമുക്ക് ചേർത്ത് പിടിക്കാൻ പ്രണയവും സ്നേഹവും മാത്രമേ ഉള്ളൂ. മീരയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെപ്പുറം എന്ത് പറയാനാ? അല്ല, തീർച്ചയായിട്ടും വയലൻസ് എന്നെ വല്ലാതെ അലട്ടുന്നൊരു സംഗതിയാണ്. നമ്മൾ വീട്ടിനകത്തുനിന്നുള്ള ഈ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം പുറത്തേക്ക്, തെരുവിലേക്ക്, തൊഴിൽ ഇടങ്ങളിലേക്ക്, ഗവൺമെൻറ്റിലേക്ക് ഒക്കെ പരത്തേണ്ട ഒരു കാലം തന്നെയാണ്. അത് വളരെ ബോധപൂർവം സംഭവിപ്പിക്കേണ്ട ഒന്നുമാണ്. അല്ല, ഞാൻ പറയുന്ന സ്നേഹത്തെക്കുറിച്ച് എത്രയും കൂടുതൽ പറയുന്നു അത്രയും നല്ലതാണെന്ന്. അതായത് നിഷിദ്ധമായൊരു കാര്യമല്ലാതെ സ്നേഹത്തെയും പ്രണയത്തെയും കുറിച്ച് കൂടുതൽ പറയുമ്പോൾ പ്രണയിക്കുന്ന ഒരു സമൂഹത്തിൽ വയലൻസ് കുറയുന്നു, അല്ലെ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വയലൻസ് കുറയാനുള്ളൊരു സാധ്യത വേറെ മാർഗ്ഗമില്ലല്ലോ. ഇപ്പം നമ്മൾ വയലൻസിനെതിരെ നോൺ വയലൻസോ കൂടുതൽ സ്നേഹമോ അല്ലാതെ മറ്റെന്ത് മാർഗ്ഗമാണ് നമുക്കുള്ളത്? 2 മാർഗ്ഗമല്ലേ ഉള്ളൂ. ഒന്ന് കൂടുതൽ വയലൻസ്, അല്ലെങ്കിൽ നോൺ വയലൻസ്. അതല്ലേ ഉള്ളൂ വയലൻസിനെ നേരിടാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നോൺ വയലൻസ് മാറുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വയലൻസ് മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ പ്രണയ പുസ്തകങ്ങൾ ആളുകളുടെ മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വാധീനിച്ചിരിക്കും, ഉറപ്പായിട്ട് സ്വാധീനിക്കും. അത് ജീവിതത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഏതായാലും കെ.ആർ. മീര എന്ന എഴുത്തുകാരുടെ പ്രണയ യാത്രകൾ അഭംഗുരം തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എനിക്കും ആഗ്രഹമുണ്ട്. അത് ഫെബ്രുവരി 14 കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ തന്നുകൊണ്ടിരിക്കുക. എല്ലാ പുസ്തകങ്ങളിലും പ്രണയമുണ്ട്. ഞാൻ പ്രണയം എഴുതാത്തത് കൊണ്ട് സമൂഹം മോശമായി എന്ന് പറയരുത്. ഒരിക്കലും ഞങ്ങൾ പുതിയ രചനകൾക്കായി കാത്തിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ലക്ഷക്കണക്കിന് വായനക്കാരും സ്നേഹിതരും കെ.ആർ. മീരയ്ക്കൊപ്പമുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മുന്നോട്ടുള്ള ജീവിതയാത്രയിലും ഞങ്ങളുടെ എല്ലാ ആശംസകളും. മാറ്റന് ഉറപ്പ് തരേണ്ട ആവശ്യമില്ല, അവരങ്ങനെ ഉണ്ട്. അവരുണ്ടെന്ന് എനിക്കറിയാം, അവരുണ്ടാകുമെന്നും എനിക്കറിയാം. അതാണ് എൻ്റെ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ നന്ദി. നമുക്കിടയിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല, എങ്കിലും സന്തോഷം. പക്ഷേ വളരെ സന്തോഷം. ഈ ഒരു നമ്മൾ മാധ്യമരംഗത്തൊരു വലിയ വാക്വം ഫീൽ ചെയ്യുന്ന ഒരു കാലമാണ് ഇത്. മാധ്യമങ്ങൾക്ക്, എല്ലാത്തരം മാധ്യമങ്ങൾക്കും അതിൻ്റേതായ ഒരു ദൗത്യം നിർവഹിക്കാനുള്ളൊരു കാലം കൂടിയാണ്. പലതരം ജനാധിപത്യ ബോധത്തിൻ്റെ നമ്മൾ ഭരണഘടനയിൽ പറയുന്ന പ്രധാന മൂല്യങ്ങളുടെ, പൗരാവകാശങ്ങളുടെ ഒക്കെ ഓർമ്മപ്പെടുത്തൽ ഏത് പരിപാടിയിലും
വേണ്ടത്ര കൊണ്ടുവരിക എന്നുള്ളത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈം മീഡിയയ്ക്ക് എല്ലാ ആശംസകളും. നന്ദി.